സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പയ്യെ ചൂട് വയ്ക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇമ്പാക്ട് ഓഫ് ജെറ്റ്, ഇവിടുന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. ആക്ച്വലി ഇതിൽ ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ വരുന്ന ഒരു പോർഷൻ ആണ്, പക്ഷെ ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പഠിക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഫുൾ ഡെറിവേഷൻ ഒക്കെയാണ്. ബിടെക് ഡേയ്സിലൊക്കെ നമുക്ക് 14 മാർക്കിന്റെ എസ്എ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെയാണ് ഇവിടുന്ന് വരുന്നത്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇവിടുന്ന് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? നമ്മുടെ നോസിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടർ, അതിന് നമ്മൾ ജെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയമീറ്ററിന് വളരെ ഫോഴ്സോടുകൂടി പുറത്തേക്ക് വരുന്ന ആ വാട്ടറിനെയാണ്, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ജെറ്റ് എന്ന് പറയുന്നത്. ഈ ജെറ്റ് കൊണ്ടിടിക്കുന്നത് അവിടെ അങ്ങോട്ടേക്കായിരിക്കും. ഈ ജെറ്റിന്റെ എനർജീനെ നമുക്ക് എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും എനർജി ആയിട്ട് മാറ്റണം, അല്ലെ? കൈനറ്റിക് എനർജിയാക്കി മാറ്റണം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാക്കി മാറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജെറ്റിന്റെ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റോ, ഒരു കർവ്ഡ് ഷേപ്പുള്ള പ്ലേറ്റോ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റോ കൊണ്ടുവയ്ക്കും. ഓക്കെ, അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സംഭവിക്കും? അതിരിക്കുന്ന റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, നമുക്കതൊരു ജനറേറ്ററിലേക്ക് കൊടുത്തിട്ട് നമുക്കത് ഇലക്ട്രിസിറ്റി ഒക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ കണ്ടീഷനിലുള്ള ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് സ്റ്റേഷനറി പ്ലേറ്റിൽ ഒരു ജെറ്റ് കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിൽ നമുക്ക് വേറെ കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് നോർമൽ ടു ദി ജെറ്റ്. ഫ്ലാറ്റ് പ്ലേറ്റ് എന്താ? ജെറ്റിനെ നോർമൽ ആക്കി വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് ഇൻക്ലൈൻഡ് ടു ദി ജെറ്റ്. ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് ജെറ്റ് കൊണ്ടടിക്കുമ്പോഴുള്ള ഫോഴ്സസ്. ദെൻ പ്ലേറ്റ് ഈസ് കർവ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ ഉള്ള ഫോഴ്സ്. ഇതൊക്കെ പ്ലേറ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഇതിന്റെ തന്നെ എന്താണ്? മൂവ് ചെയ്യുമ്പോൾ പ്ലേറ്റ് ഈസ് ഹെൽഡ് നോർമൽ ടു ജെറ്റ്, പ്ലേറ്റ് ഈസ് ഹെൽഡ് ഇൻക്ലൈൻ ടു ജെറ്റ്, പ്ലേറ്റ് ഈസ് കർവ്ഡ്. ഓക്കെ, ഇതെല്ലാം മൂവ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സ്. ജെറ്റ് പ്ലേറ്റിൽ ഇൻക്ലിജന്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. ഫോഴ്സ് exerted on a stationary flat plate held normal to the jet. ഒരു സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ്, ഓക്കെ, അത് സ്റ്റേഷനറി ആണ്, ഫ്ലാറ്റ് ആണ്. അതെന്താണ്? ഇതാണ് ജെറ്റ് എന്ന് പറയുന്നത്. ഇത് നോസിലാണ്, നോസിലിൽ നിന്ന് വരുന്ന ജെറ്റാണിത്. അതിനെ നോർമലാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ഈ കേസിലുള്ള ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ കേസിൽ തന്നെ സംഭവിക്കുന്ന, ജെറ്റ് വരുന്നു, നേരെ കൊണ്ടിടിക്കുന്നു, 90 ഡിഗ്രി ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അത് കൊണ്ടിരിക്കുന്ന വെലോസിറ്റി ആണ് വി. ജെറ്റിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ. എ. ഓക്കെ, നമ്മുടെ പ്ലേറ്റ് എന്താണ്? ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, അതിന്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനിലെ ഫോഴ്സ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. എക്സ് ഡയറക്ഷനിലെ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്, അല്ലേ? ശരിയല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം ബൈ ടൈം. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലേ? അപ്പൊ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അല്ലെങ്കിൽ മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി, അല്ലെ? മൊമെന്റത്തിന് അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, അല്ലെ? മാസ് ബൈ ടൈം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. സോ മാസ് ബൈ സെക്കൻഡ്, മാസ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിന് വേറെ രൂപത്തിൽ എഴുതാം. മാസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ആ നോസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ്. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഓക്കെ,
സോ എന്തൊരു മാസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റാ അല്ലെ? മാസ് ഫ്ലോ റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് റോ എ വി ആ, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വോളിയം. ഇതാണ് എന്ത്? മാസ് ഫ്ലോ റേറ്റ്. ഇതിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ സെക്കൻഡ് ആയിട്ട് യൂണിറ്റ്. ആ സമയത്ത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വോളിയം ഫ്ലോ റേറ്റ് ആയിട്ട്, വോളിയം ഫ്ലോ റേറ്റ് ഇതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, സോ മാസ് പെർ സെക്കൻഡ്, മാസ് ഫ്ലോ റേറ്റ് വരെ റോ എ വി കൊടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് വി ആണ്. ഫൈനൽ വെലോസിറ്റി ഓഫ് ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ്. ഫൈനൽ വെലോസിറ്റി എന്ന് എടുക്കുന്നത് എക്സ് ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി ആണ്. നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്, അതായത് ഇത് ഈ ജെറ്റ് ഈ ഡയറക്ഷനിൽ എന്തുമാത്രം ഫോഴ്സ് പ്ലേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ് ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 അല്ലെ? ഇങ്ങോട്ട് ഒന്ന് ഇടിച്ച ശേഷം അത് വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എക്സ് ഡയറക്ഷൻ വെലോസിറ്റി ഒന്നും ഇല്ല. സോ 0. സോ റോ എ ഇൻറ്റു വി സ്ക്വയർ എന്ന ആൻസർ കിട്ടും. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇഷ്ടംമാതിരി പ്രോബ്ലം ഇക്വേഷനും പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ആണ് കാണാൻ പഠിക്കേണ്ടത്. ഈ ഒരു ഡെറിവേഷൻ, ഇതിന്റെ ഒരു ഡെറിവേഷൻ ഓർത്തിട്ടുള്ളൂ ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത്. ഓക്കെ, അതായത് ഉള്ളൂ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ റോ എ ഇൻറ്റു വി സ്ക്വയർ എന്ന് വരും. ഇതാണ് എന്ത്? ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് ഒരു ജെറ്റ് കൊണ്ടിടിക്കുമ്പോഴുള്ള എന്തിന്റെ ഇക്വേഷൻ? എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്ലേറ്റ് മൂവ് ചെയ്യാണ്. ഈ പ്ലേറ്റ് മൂവ് ചെയ്യാണ്. പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ എന്താണ്? പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്താ മാറ്റം വരുന്നതല്ല, ചെറിയ മാറ്റങ്ങളുള്ളൂ. ഓക്കെ, പ്ലേറ്റ് അതായത് ആദ്യം ഫിക്സ്ഡ് പ്ലേറ്റ് ആയിരുന്നു, പിന്നെന്താ യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പ്ലേറ്റ് എടുത്തേക്കുക. അങ്ങനെ പ്ലേറ്റിലേക്ക് ജെറ്റ് കൊണ്ടിരിക്കുകയാണ്. യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് ജെറ്റ് കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ കേസിൽ തന്നെ സംഭവിക്കും, നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെയാണ്. എഫ് എക്സ് ഇസിക്കൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു എന്താ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്ന് വരും. തൊട്ടും പത്തതുപോലെ തന്നെ. ഈ കേസിൽ മാസ് പെർ സെക്കൻഡ്, മാസ് ഓഫ് ജെറ്റ് ഇംപ്ലിജന്റിങ് ദി പ്ലേറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എ ഇൻറ്റു വി അല്ല. റോ ഇൻറ്റു എ ഇൻറ്റു വി അല്ല. എന്താണ്? റോ ഇൻറ്റു എ ഇൻറ്റു വി മൈനസ് യു ആയിരിക്കും കേട്ടോ. അതാണ് മാറ്റം വരുന്നത്. അതെന്താ? വി വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് ജെറ്റ് മൂവ് ചെയ്യുന്നു, പക്ഷെ പ്ലേറ്റ് എന്താണ്? അത് യു വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് ഏത് വെലോസിറ്റി ആയിരിക്കും ഈ ജെറ്റ് കൊണ്ട് ഇവിടെ കൊണ്ടിരിക്കുന്നത്? റോ ഇൻറ്റു എ ഇൻറ്റു വി മൈനസ് യു. വി മൈനസ് യു വെലോസിറ്റിയിലായിരിക്കും അത് ഇവിടെ കൊണ്ടിരിക്കുന്നത്. സോ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ഇൻറ്റു എ ഇൻറ്റു വി മൈനസ് യു ആയിരിക്കും. ഇനി ഇനീഷ്യൽ വെലോസിറ്റി, ഈ ജെറ്റ് ഇവിടെ കൊണ്ടിരിക്കുന്ന വെലോസിറ്റി എത്രയായിരിക്കും? വി മൈനസ് യു വെലോസിറ്റിയിലാണ് കൊണ്ടിരിക്കുക അല്ലെ? വി വെലോസിറ്റി കൊണ്ടിരിക്കുകയോ ഇല്ല, ഇത് കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ ഡയറക്ഷനിൽ. സോ വി മൈനസ് യു. ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 കേട്ടോ. ഫൈനൽ വെലോസിറ്റി 0. എക്സ് ഡയറക്ഷനിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി ഉണ്ടാ, ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? രണ്ട് ഡയറക്ഷനിലേക്കും പോവാം. സോ എന്ത് ചെയ്യും? റോ ഇൻറ്റു എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ കാണാൻ പഠിക്കണം. ഡെറിവേഷൻ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ കുറെ ഡെറിവേഷൻസ് പറയുന്നുണ്ട്. ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ഡെറിവേഷൻ എന്താണെന്ന് പറയും. എന്നാൽ നിങ്ങൾ ഡെറിവേഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇക്വേഷൻ ആണ് കാണാൻ പഠിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് ഒക്കെ. ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. സോ റോ ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് യു ഹോൾ സ്ക്വയർ ആണ് ഇത് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള എന്തിന്റെ ഇക്വേഷൻ? എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഈ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാധനം കൂടി കണ്ടുപിടിക്കണം. പ്ലേറ്റ് മൂവ് ചെയ്യാണല്ലോ. പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ വസ്തു ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിലാണ് വർക്ക് ഉണ്ടാവുക. മൂവ്മെന്റ് വരുമ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡിന്റെ വാല്യൂ കൂടി കാണാൻ പഠിച്ചോളാം. അതിങ്ങനും കൂടി കണ്ടെത്തിക്കൊള്ളണം. ഓക്കെ, നമുക്കറിയാം വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പെർ ടൈം, അതായത് എന്താ? വെലോസിറ്റി. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം നമ്മുടെ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതെന്താ സാധനം? നമ്മുടെ പ്ലേറ്റിന്റെ വെലോസിറ്റി. ഓക്കെ, അതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഫോഴ്സ് ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു ആ പ്ലേറ്റിന്റെ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡിന്റെ ഇക്വേഷൻ കൂടി കിട്ടും. അപ്പൊ ഇത് കൊടുത്തിരുന്നു നമ്മൾ ഇക്വേഷൻസ് കാണാൻ പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിന്റെ നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവൂലേ, അപ്പൊ ആ നോട്ടിലേക്ക് ഇക്വേഷൻസ് മാത്രം എഴുതിയെടുക്കുക കേട്ടോ. ഫിഗർ വരച്ചിട്ട് ഇക്വേഷൻസ് മാത്രം എഴുതിയെടുക്കുക, എന്നിട്ട് ഇത് റിവേഴ്സ് ചെയ്യുക. കാരണം ഇത് 3-4 ഇക്വേഷൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾ ഇത് ഫുൾ ഡെറിവേഷൻ ഒന്നും എപ്പോഴും വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കരുത്. നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, ഇവിടുന്ന് സാധാരണ ഇതിൽ ഒരു ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനൊക്കെ ചോദിക്കും കേട്ടോ, 1 or 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തംസപ്പ് പിടിച്ച്. ഓക്കെ 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 നൗ 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 നമ്മുടെ പ്ലേറ്റ് ഒന്ന് ഇൻക്ലൈൻ ആക്കി വെച്ചേക്കുവാണ്. പ്ലേറ്റ് നമ്മളൊന്ന് ചെരിച്ചു വെച്ചു. ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ എ സ്റ്റേഷനറി ഫ്ലാറ്റ് പ്ലേറ്റ് ഹെൽഡ് ഇൻക്ലൈൻ ടു ദി ജെറ്റ്. ഓക്കെ, അതായത് വെർട്ടിക്കൽ വെക്കുന്നതിന് പകരം ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റ് വെച്ചേക്കെന്ന് വിചാരിക്കാം. സോ ഈ കേസിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഈ കേസിൽ നമുക്ക് എഫ് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ഈ കേസിൽ നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് വൈ കണ്ടുപിടിക്കണം, അതുപോലെ നോർമൽ ഫോഴ്സ് ടു ദി പ്ലേറ്റ്. ഇത്രയും 3 സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഈ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാണാൻ അറിയണം. 3 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ്, ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ഇല്ല കേട്ടോ. ഇക്വേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ടും കാണാതെ പഠിച്ചിരിക്കണം. ഇനി എങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ തൊട്ട് മുമ്പത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു വി വെലോസിറ്റിയിൽ ഒരു ജെറ്റ് നമ്മുടെ പ്ലേറ്റിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ പ്ലേറ്റ് ഒരു തീറ്റ ആംഗിൾ ജെറ്റിന്റെ ഡയറക്ഷനുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യണം. ഓക്കെ, ജെറ്റിന്റെ ഡയറക്ഷനുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇടിച്ച ശേഷം എന്താണ്, പാരലലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്ലേറ്റിന് നോർമൽ ഉദ്ദേശം, പ്ലേറ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ, അതാണ് നോർമൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് എഫ് എൻ എന്ന് പറയുന്നത്. എഫ് എൻ. ഓക്കെ, പ്ലേറ്റിന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് എഫ് എൻ. അതുപോലെ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ പറയുന്ന ജെറ്റിന്റെ സെയിം ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ, ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജെറ്റിന്റെ സെയിം ഡയറക്ഷനിലുള്ള. എഫ് വൈ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് എന്ത്, എഫ് വൈ എന്ന് പറയുന്നത്. എഫ് വൈ. ഈ 3 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം, എഫ് എൻ, എഫ് എക്സ്, എഫ് വൈ. എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ ഫോഴ്സ് ട്രയാങ്കിൾ, ആ ഫോഴ്സ് നമ്മളൊരു വെക്ടർ രൂപത്തിൽ വരയ്ക്കാന്ന് വിചാരിക്കാം. അതാണ് ഈ വരച്ചിട്ടാണ്. ഇതെന്താ, ഫോഴ്സ് നമ്മൾ വെക്ടർ രൂപത്തിൽ വെച്ചേക്കുക. അപ്പൊ നമുക്കറിയാം എന്താ, എഫ് എക്സ് ഹോറിസോണ്ടൽ ഡയറക്ഷൻ ആണ്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. എഫ് എക്സ്. ഇതാണ് നമ്മുടെ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിന് നോർമൽ ഡയറക്ഷനിൽ 90 ഡിഗ്രിയിലാണ് എഫ് എൻ വരുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്ര, 90 ഡിഗ്രി. അപ്പൊ എഫ് എൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. എഫ് എൻ. എഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, അത് വെർട്ടിക്കലാണ്, അതിങ്ങനെ വരച്ചേക്കുക. ഓക്കെ, അപ്പൊ ഫോഴ്സ് ട്രയാങ്കിൾ വരച്ചേക്കുക നമ്മൾ അല്ലെ. എഫ് എക്സും എഫ് വൈയും എഫ് എൻ ഒക്കെ വെച്ചിട്ടൊരു ഫോഴ്സ് ട്രയാങ്കിൾ വെച്ചു, ഫോഴ്സിന്റെ ഡയറക്ഷൻ വരച്ചു. നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ 90 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലെ. ഇത് 90 മൈനസ് തീറ്റ, 90 മൈനസ് തീറ്റ ആയിരിക്കും ഈ ആംഗിൾ അല്ലെ. 90 മൈനസ് തീറ്റ. കാരണം എന്താ, ഇത്രയും 90 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്, അത് 90 ആണ് അല്ലെ. ഇത്രയും തീറ്റയാണെങ്കിൽ ബാലൻസ് എത്ര ആയിരിക്കും, 90 മൈനസ് തീറ്റ ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഫ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. നോർമൽ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാമോ, മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, അതായത് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ. മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഈ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റോ ഇൻറ്റു എ ഇൻറ്റു വി ആണ് മാസ് ഫ്ലോ റേറ്റ്. പ്ലേറ്റ് മൂവ് ചെയ്യാത്തതുകൊണ്ട് റോ ഇൻറ്റു എ ഇൻറ്റു വി ആണ് മാസ് ഫ്ലോ റേറ്റ്. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഈ എഫ് എൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എടുക്കാവുള്ളൂ. മനസ്സിലാവുണ്ടോ, എഫ് എൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി. വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി അല്ലെ, ഹൊറിസോണ്ടലി ഉള്ള വെലോസിറ്റിയാണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി വി എടുക്കരുത്, എന്താണ് അതിന്റെ കമ്പോണന്റ് എടുക്കാവുള്ളൂ.
ഓക്കെ, അപ്പൊ ഇതിന് റിസോൾവ് ചെയ്യണം. വിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. നോർമൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും. അതായത് ഇങ്ങനെയാണ് വി പോകുന്നത്. ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന് നോർമലായിട്ട് വരയ്ക്കുന്ന ലൈനാണ്. ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിലൂടെയാണ് എഫ് എൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്? ഇത് വി, ഇത് തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കമ്പൗണ്ട്, ഈ തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന കമ്പൗണ്ട് എന്തായിരിക്കും? ആണ് വെലോസിറ്റി. ഈ കമ്പൗണ്ടിന്റെ വില എന്തായിരിക്കും എന്ന് പറഞ്ഞേ, ലൈവിലുള്ളവരെന്ന് പറഞ്ഞേ. വെലോസിറ്റി ഒരു വെക്ടർ ആംഗിൾ മേക്ക് ചെയ്യുന്ന കമ്പോണന്റ് അതെന്താ? കോസ് കമ്പോണന്റ് അല്ലേ? ഇത് വി കോസ് തീറ്റ അല്ലേ? വി കോസ് തീറ്റ. യെസ്. ഇനി അത് ആംഗിൾ മേക്ക് ചെയ്യാത്ത കമ്പോണന്റ്, അത് നോക്കിയേ, ഇതുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു, അത് കോസ് തീറ്റ കമ്പോണന്റ്. ഇതുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും? ഇത് സൈൻ തീറ്റ കമ്പോണ്ടാ, ഈ സൈൻ തീറ്റ. മനസ്സിലാവണ്ടോ? ഈ വെലോസിറ്റിന്റെ സൈൻ കമ്പോണന്റ് ആണ് നോർമൽ ഡയറക്ഷനിൽ വരുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? വി സൈൻ തീറ്റ. അപ്പൊ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, വി സൈൻ തീറ്റ. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി വി സൈൻ തീറ്റ. ഫൈനൽ വെലോസിറ്റി എന്താ? സീറോയാ. ജെറ്റ് മൂവ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, മുടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജെറ്റിന് മോഷൻ ഇല്ല. നോർമൽ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടാവും? ഇല്ല. ഇപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താ? സീറോ. അപ്പൊ ആൻസർ വരും റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അതൊന്നും നിങ്ങൾ കാണാൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഇക്വേഷൻ കാണാറിയും ദ ഇൻക്ലൈൻഡ് പ്ലേറ്റിലുള്ള നോർമൽ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഇൻക്ലൈൻഡ് പ്ലേറ്റിലുള്ള നോർമൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇക്വേഷൻ ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കണം. എഫ് എക്സും എഫ് വൈയും. എഫ് എക്സും എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ് എന്റെ കമ്പോണൻസ് ആക്ച്വലി അല്ലെ? എഫ് എന്റെ രണ്ട് ഡയറക്ഷനിലുള്ള കമ്പൗണ്ട് ആണ്. ശരിയല്ലേ? ഇത് എഫ് എൻ ആണ്. അപ്പൊ അതിനെ ഞാൻ എക്സ് ഡയറക്ഷനിലും റിസോൾവ് ചെയ്യുന്നു, വൈ ഡയറക്ഷനിലും റിസോൾവ് ചെയ്യുന്നു. വൈ ഡയറക്ഷൻ. ഓക്കെ, എഫ് വൈ. ഇപ്പൊ എഫ് എന്റെ വാല്യൂ നമുക്കറിയാം. എന്താണ് എഫ് എന്ന് പറയുന്നത്? റോ എ വി സ്ക്വയർ ഇൻറ്റു എന്താണ്? സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയാ? ഞാൻ പറഞ്ഞതാ, ഈ ആംഗിൾ എത്രയാ? മൈനസ് തീറ്റ ആണ്. 90 മൈനസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എന്തായിരിക്കും? ഇത് എഫ് എൻ, ഇത് വെക്ടർ ആണ്. റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. അതിന് അത് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എന്ത് വരും? ഇതാണ് എഫ് എന്ന് പറയുന്നത്. ഇൻറ്റു കോസ് 90 മൈനസ് തീറ്റ എന്ന് വരും അല്ലെ? കോസ് 90 മൈനസ് തീറ്റ. എന്താണ് കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത്? സൈൻ തീറ്റ. സൈൻ തീറ്റ. അപ്പൊ റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ എന്ത് വരും? റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ അല്ലെ? എഫ് എക്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. കാണാതെ പഠിക്കണം ഇക്വേഷൻ. ഇക്വേഷൻ പഠിക്കണം, അല്ലാതെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാ വന്നേന്ന് പറഞ്ഞെന്നുള്ളൂ, എനിക്കൊരു കണക്ഷൻ കിട്ടാൻ. റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ എഫ് എക്സിന്റെ വാല്യൂ ആയി. ഇനി എഫ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? എഫ് വൈ എന്തായിരിക്കും? എഫ് വൈ എന്തായിരിക്കും? എഫ് എൻ ഇൻറ്റു സൈൻ 90 മൈനസ് തീറ്റ എന്ന് വരും അല്ലെ? സൈൻ 90 മൈനസ് തീറ്റ എന്ന് വരും. കാരണം എന്താ? എഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനായിട്ടാണ്. അപ്പൊ ആംഗിൾ മേക്ക് ചെയ്യാത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താ? അത് സൈൻ കമ്പോണന്റാ. സൈൻ. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ എന്ന് വരും. സോ അപ്പൊ എന്ത് വരും?
റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ 90 മൈനസ് തീറ്റ എന്താ കോസ് തീറ്റ എന്നാണ് ഇതിന്. റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇതൊരു ഇക്വേഷൻ. ഇക്വേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ കാണാതെ പഠിക്കണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ടേ വേറെ ഓപ്ഷൻ തരും. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഇതിന് ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്തൊരു റോ എ വി സ്ക്വയർ ഇൻറ്റു റോ എ വി സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അതിന്റെ സാധനം പലപ്പോഴും പഠിച്ചിട്ടുള്ളതല്ലേ, സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ ട്രിഗണോമെട്രിക്കിലൊക്കെ പഠിക്കുന്ന. അപ്പൊ സൈൻ 2 തീറ്റയാണ്. അപ്പൊ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഹാഫ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ എന്നും കൂടി എഴുതാൻ പറ്റും എന്നുള്ളത് ഓർത്തിരുന്നോളണം കേട്ടോ. ഏത് ഈ സാധനം എഫ് വൈക്ക് വേറെ എക്സ്പ്രഷൻ കൂടി ഉണ്ട്. ഹാഫ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ എന്നുള്ള എക്സ്പ്രഷൻ കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തിരുന്നോളാം. സോ നമ്മൾ 3 ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 3 അല്ല 4 ഇക്വേഷൻ. നോർമൽ ഫോഴ്സ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കാണാൻ പഠിക്കണം. അതുപോലെ തന്നെ എക്സ് ഡയറക്ഷണൽ ഫോഴ്സ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. വൈ ഡയറക്ഷണൽ ഫോഴ്സ് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്താ ഇതിലേക്ക് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ. ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു സൈൻ 2 തീറ്റയുടെ എക്സ്പ്രഷൻ എഴുതി അല്ലെ. സൈൻ തീറ്റ കോസ് തീറ്റക്ക് പകരം സൈൻ 2 തീറ്റ എഴുതി. സോ ഇത്ര ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ്. ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇത് വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സിമ്പിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയായിരിക്കും ചോദിക്കാം. ഓക്കെ, ഓർ സിമ്പിൾ പ്രോബ്ലം ഓൾസോ വിൽ ആസ്ക്. ഓക്കെ, ഇനി സെയിം കേസ് നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യാണ്. പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റ്, പക്ഷെ എന്താണ് അത് മൂവ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് എൻ എന്തായിരിക്കും? വേറെ ഒന്നുമില്ല. എന്താ, ഞാൻ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഏത്? വിയുടെ സ്ഥാനത്ത് വി മൈനസ് യു കൊടുത്താൽ മതി. ഓക്കെ, വിയുടെ സ്ഥാനത്ത് വി മൈനസ് യു കൊടുക്കാം. അപ്പൊ എന്തൊരു എഫ് എൻ ഈസിക്കൽ റോ എ ഇൻറ്റു മൂവ് ചെയ്തപ്പോൾ വി സ്ക്വയറിന്റെ സൈൻ തീറ്റയാണ്. മൂവ് ചെയ്യുമ്പോൾ എന്താണ് വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. എഫ് എക്സ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയാണ്. മൂവ് ചെയ്യുമ്പോൾ എന്താണ് വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, എഫ് വൈ ഈസിക്കൽ ടു എന്താണ് റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. വെരി സിമ്പിൾ. എന്താ, വിയുടെ സ്ഥാനത്ത് വി മൈനസ് യു വന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും? വർക്ക് ഡൺ പെർ സെക്കൻഡ് ഉണ്ടാവും അല്ലെ. വർക്ക് ഡൺ പെർ സെക്കൻഡിന്റെ എക്സ്പ്രഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് എക്സ് ഇൻറ്റു യു ആണ്. ഓക്കെ, എഫ് എക്സ് ഇൻറ്റു യു ആണ്. അപ്പൊ എഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? റോ എ വി സ്ക്വയർ ഇൻറ്റു റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇൻറ്റു യു ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, അതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. സിമ്പിൾ. സോ ആ കേസ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. എന്താണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള എക്സ്പ്രഷൻസ്. അപ്പൊ എല്ലാം പഠിക്കണം, എല്ലാ ഇക്വേഷനും സിമ്പിൾ ആണ്. മറ്റേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇത് പഠിക്കാൻ നമുക്ക് പുഷ്പമാണ് അല്ലെ. വി മൈനസ് യു എന്ന് കൊടുത്താൽ മതി വിയുടെ സ്ഥാനത്ത്, വേറെ ഒന്നുമില്ല. സോ അതും കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ എ സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റ്. ഓക്കെ, സ്റ്റേഷനറി കർവ്ഡ് പ്ലേറ്റ്, അതായത് മൂവ് ചെയ്യാത്ത കർവ്ഡ് പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മളൊരു കർവ്ഡ് പ്ലേറ്റ് ഫിഗർ കാണിച്ചിട്ടുണ്ട്. അത് സ്റ്റേഷനറി ആണ്. അതിലേക്ക് ഒരു ജെറ്റ് കൊണ്ടിരിക്കുന്നു. അതിന്റെ വെലോസിറ്റി വി ആണ്. എവിടെയാ കൊണ്ടിരിക്കുന്നത്? സെന്ററിൽ. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ അത്. ഈ കർവ്ഡ് പ്ലേറ്റ് അതിൽ നമുക്ക് 3-4 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതില് ഫണ്ടമെന്റൽ കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ ആണ് എന്ത്? അതിന്റെ സെന്ററിലാണ് കൊണ്ടിരിക്കുന്നത്. ഏത്? ജെറ്റ്. ഓക്കെ, സെന്ററിൽ കൊണ്ടിരിക്കുക. ആംഗിൾ ഓഫ് ദി ബ്ലേഡ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ദി
പ്ലേറ്റ്, അതാണ് തീറ്റ എന്ന് പറയുന്നത് കേട്ടോ, തീറ്റ. ഓക്കെ, ആംഗിൾ ഓഫ് ദി ബ്ലേഡ്. സോ ഈ കേസിൽ ഉള്ള ഫോഴ്സസ്, ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഫോഴ്സ് വരുന്നത്. ഒന്ന് എഫ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ. രണ്ട് എഫ് വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. എഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലൈൻഡ് കേസ് ആയതുകൊണ്ടാണ് നമ്മൾ നോർമൽ ഫോഴ്സ് പ്രത്യേകം കണ്ടുപിടിച്ചത്. ഇവിടെ എഫ് എക്സ് എഫ് വൈയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എന്നെ കണ്ടുപിടിക്കണം നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഫിഗർ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുണ്ടിയിടിച്ച ശേഷം എന്ത് ചെയ്യുന്നു? അവസാനം രണ്ട് ഡയറക്ഷനിലും സ്പ്ലിറ്റ് ആയി പോകുന്നു. സ്പ്ലിറ്റ് ആയി പോകുന്ന ആ ജെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അതിന്റെ ഇവിടെ ഫ്രിക്ഷൻ ഫ്രീ ആണ് എങ്കിൽ, സർഫസിൽ പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഈ കുണ്ടിയിടിക്കുന്ന അതേ വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഒരു കോസ് കമ്പോണന്റ് ഉണ്ടാവും, ഒരു സൈൻ കമ്പോണന്റ് ഉണ്ടാവും. അത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്ന കമ്പോണന്റ് അതായിരിക്കും എന്ത്, കോസ് കമ്പോണന്റ്, വി കോസ് തീറ്റ. ഓക്കെ, ആംഗിൾ മേക്ക് ചെയ്യാത്ത കമ്പോണന്റ് ആണ് എന്ത്, സൈൻ കമ്പോണന്റ്, വി സൈൻ തീറ്റ. ഇങ്ങനെ രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഇത്ര ഉള്ളൂ ഫിഗറിൽ. ഓക്കെ, ഫസ്റ്റ് എഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എഫ് എക്സ്, ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദി ജെറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഓക്കെ, നമുക്കറിയാം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് പെർ സെക്കൻഡ് ഇൻറ്റു മാസ് പെർ സെക്കൻഡ് v1x മൈനസ് v2x എന്ന സംഭവം നോക്കാം. മാസ് പെർ സെക്കൻഡ് ഇൻറ്റു നമ്മളെ ഇനീഷ്യൽ വെലോസിറ്റി അല്ല, ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. അത് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തെന്നുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, v2x എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. അതാണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് v തന്നെയാണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, v തന്നെയാണ് അല്ലേ, v. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ അതെന്താ, അത് വി കോസ് തീറ്റ ആണ്. ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി കോസ് തീറ്റ ആണ്. ചുമ്മാ വി കോസ് തീറ്റ എന്ന് എഴുതി തെറ്റിപ്പോകും. കാരണം എന്താ, നമ്മൾ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ് ഇനീഷ്യൽ വെലോസിറ്റി, അത് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കി ഇടുക. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് വി കോസ് തീറ്റ ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി മൈനസ് വി കോസ് തീറ്റ ആണ്. അപ്പൊ നമ്മുടെ ഫോഴ്സ് എക്സൈറ്റഡ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ത് വരും, റോ എ വി എന്താ, മാസ് ഫ്ലോ റേറ്റ് അല്ലെ, പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റോ എ വി ആണ് മാസ് ഫ്ലോ റേറ്റ്, ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വി ആണ്, മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് വി കോസ് തീറ്റ ആണ് അല്ലെ, മൈനസ് വി കോസ് തീറ്റ. അപ്പൊ എന്ത് വരും, നമ്മൾ ഈ വി രണ്ട് സ്ഥലത്ത് നിന്നും പുറത്തെടുക്കുകയാണ്. രണ്ട് സ്ഥലത്തും വീന് പുറത്തേക്ക് എടുത്തു. റോ എ വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയല്ലേ, മൈനസും മൈനസും കയറ്റുമ്പോൾ ഈ മൈനസ് അകത്ത് കയറ്റുമ്പോൾ അത് പ്ലസ് ആയിക്കോളും. So rho a v square into 1 plus cos theta, very important, very another important equation. എന്താണ്, ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ കർവ്ഡ് പ്ലേറ്റ് when the jet is impinging on the center. എന്താ, rho a v square into 1 plus cos theta. ഇക്വേഷൻ ആണ് കാണാൻ പഠിക്കേണ്ടത് കേട്ടോ. ഞാൻ ഇനി വന്നു എന്ന് പറഞ്ഞെന്നുള്ളൂ, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുക. ഇക്വേഷൻസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, എഫ് എക്സ് ഈസ് ഈക്വൽ ടു rho a v square into 1 plus cos theta. Rho a v square into 1 plus cos theta. Okay. Similarly, fy യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. fy എന്ന് പറയുന്നത് എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ആ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ആ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി. ഓക്കെ, അതാണ് കണ്ടുപിടിക്കുന്നത്. സോ റോ എ വി ഇൻറ്റു ഇനീഷ്യലി വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താ, 0 കാരണം എക്സ് ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജെറ്റ് മൂവ് ചെയ്യുന്നുള്ളൂ. സോ v1 y എന്ന് പറയുന്നത് 0 ആണ്. v1 y ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്താ, 0 ആണ്. v2 y ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി അതെന്താ, അത് v സൈൻ തീറ്റ അല്ലെ, v സൈൻ തീറ്റ. സോ എന്ത് വരും റോ എ വി ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, മൈനസ് വി സൈൻ തീറ്റ വരും അല്ലെ. വി സൈൻ തീറ്റ പോസിറ്റീവ് ആണ് കാരണം മുകളിലേക്ക് പോകുന്നത്. സോ മൈനസ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എന്ന് വരും. മൈനസ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. ഈ മൈനസ് ആണ് ഇൻഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഫോഴ്സ് എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് താഴേക്കാണ്, വൈ ഡയറക്ഷനിൽ
താഴേക്കാണ് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കർവിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെന്ററിൽ കൊണ്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റില് എന്താ താഴേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, സോ റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ, അതാണ് എന്ത് നമ്മുടെ വൈ ഡയറക്ഷനിലുള്ള ഇക്വേഷൻ. സോ അതും കാണാതെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇനി നമ്മുടെ ഈ പ്ലേറ്റ് മൂവ് ചെയ്യാണ്, കർവ്ഡ് പ്ലേറ്റ് മൂവ് ചെയ്യാണ്. കർവ്ഡ് പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സ്, നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സും വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് ബേസിക്കലി ഈ മൂവ് ചെയ്യുമ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ, എന്താ വിയുടെ സ്ഥാനത്ത് വി മൈനസ് സി കൊടുക്കുക, അത്രേ ഉള്ളൂ അല്ലെ. വിയുടെ സ്ഥാനത്ത് വി മൈനസ് സി കൊടുക്കും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞപ്പോൾ വിയുടെ സ്ഥാനത്ത് വി മൈനസ് സി കൊടുത്തതെന്ന് പറഞ്ഞു മൂവ് ചെയ്യുമ്പോൾ അല്ലെ. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ കൊടുത്താൽ ശരിയാവൂല, എന്തുകൊണ്ടാന്ന് പറയാം കേട്ടോ. അപ്പൊ വിയുടെ സ്ഥാനത്ത് വി മൈനസ് സി കൊടുത്തു കഴിഞ്ഞാൽ മൂവിംഗ് പ്ലേറ്റിന്റെ കേസിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയി റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. റോ എ ഇൻറ്റു വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് അതിന് അത് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി അല്ലെ. അതിന്റെ ഒരു വെലോസിറ്റിന്റെ ടൈമും കൂടി മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആയി. ഓക്കെ, സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ, അതും കഴിഞ്ഞു. കർവ്ഡ് പ്ലേറ്റിന്റെ സെന്ററിൽ കൊണ്ടിടിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. താങ്ക് യു.